സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഓൾമോസ്റ്റ് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് കാണുന്നത് എന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തായിരുന്നു ബ്രഹ്മയുഗത്തിൽ നിന്നും. അപ്പം അതിൻ്റെ ഒരു വീഡിയോ വർക്കിംഗ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. നമ്മുടെ ഒരു ഹോള്, ഒരു വലിയ കുഴിയെ പറ്റിയുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ആ ടോപ്പിക് ഒന്നും അല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മൾട്ടിപ്ലെയർ കളിക്കാൻ നേരത്ത് നമുക്ക് അറിയാം, സംസാരിച്ച് കളിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം മൈൻക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ 2 വഴിയുണ്ട്. ഒന്ന്, നമുക്ക് ഡിസ്കോഡ് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഡിസ്കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇടുമ്പം ചില ലോ ആൻഡ് പി സീസിലൊക്കെ ലാഗ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഇൻ ഗെയിം തന്നെ നമുക്ക് വോയിസ് ചാറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ വോയിസ് ചാറ്റ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സർവറിൽ കയറ്റാം, ഇല്ലെങ്കിൽ നമുക്കതെങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എൻ്റെ ഡിസ്കോഡ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക്. ഇതൊക്കെ എൻ്റെ ബയോയിലുണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. പേര് സെർച്ച് ചെയ്താൽ മതി. പിന്നെ എൻ്റെ ഇൻസ്റ്റയും കൂടെ പറ്റുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബ്രൗസർ തുറക്കുക. സോ ബ്രൗസറല്ല, നിങ്ങളുടെ അറ്റർനോ സെർവർ വരിക. ആൻഡ് ഒരു സാധനം ഞാൻ മറന്നുപോയി, ആക്ച്വലി ഞാൻ റെക്കോർഡ് ചെയ്തതാണ്, അത് പോയതാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്തിട്ട് ഈ കാണുന്ന ഫാബ്രിക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ ടാബ് വരും, മോഡ്സ് എന്ന് പറഞ്ഞ്. ആ മോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ വന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ വോയിസ് ചാറ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സോ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2 എണ്ണം വരും. നിങ്ങൾ എന്തായാലും ഏതെങ്കിലും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന ഇതാണ്. സോ നമുക്ക് വെർഷൻ ഇവിടെ അവൈലബിൾ ആണ്. സോ അത് കൊടുക്കുക. എന്തായാലും അത് വന്നോളും. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നിങ്ങളും കൂടി ഈ മോഡൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. പുതിയൊരു ടാബ് തുറക്കുക, സിമ്പിൾ വോയിസ് ചാറ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. സെയിം ലിങ്ക് തന്നെ, സെയിം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് തന്നെയാണ്. ഇവിടെ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഇതിൽ ഏത് സോഫ്റ്റ്വെയർ ആണോ ഉപയോഗിക്കുന്നത് അത് കൊടുക്കുക. ഫാബ്രിക്കിനാണ് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ വെർഷൻ സെലക്ട് ചെയ്യുക. സെർവറിൻ്റെ വെർഷൻ തന്നെ ആയിരിക്കുമല്ലോ സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്യാതാ ഡൗൺലോഡ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം സർവറിൽ ഇത്രയും പരിപാടികളേ ഉള്ളൂ. അതിന് നിങ്ങൾ ജസ്റ്റ് സർവർ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. യെസ്, അപ്പോൾ സർവർ സ്റ്റാർട്ടായി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ വിൻഡോസ് കീ +R നിൽക്കുക. അപ്പം നിങ്ങൾ എന്നിട്ട് അവിടെ ആപ്പ് ഡേറ്റ പെർസെൻറ്റേജ് ആപ്പ് ഡേറ്റ പെർസെൻറ്റേജ് സെർച്ച് ചെയ്യുക. ഇവിടെ കാണാൻ പറ്റുന്ന പോലെ ഒന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം. ഈ കാണുന്ന പോലെ. അപ്പം അതിനുശേഷം ഓക്കെ അല്ലെങ്കിൽ ഒരു എൻ്റർ ബട്ടൺ നിൽക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഡൗൺലോഡ്സിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ വോയിസ് ചാറ്റ് ഫയൽ കാണാം. അത് ജസ്റ്റ് കോപ്പി ചെയ്തതിനു ശേഷം ഇവിടുത്തെ ബാക്ക് നിൽക്കുക. സോ നിങ്ങൾ നേരെ ഇവിടെ തന്നെ വരും. സെർവർ ഓൺ ആയി ഗൈസ്. ഓക്കെ, അതിനുശേഷം .minecraft പോവുക. താഴോട്ട് ഇപ്പോൾ മോഡ്സ് ഉണ്ട്. മോഡ്സിൻ്റെ അകത്തോട്ട് ഈ സാധനം കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. പരിപാടി കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർവറും കൂടെ ഓണായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ മൈൻക്രാഫ്റ്റ് തുറക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും സംതിങ് ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും മൈൻക്രാഫ്റ്റ് തുറന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാം. കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ സർവറിലോട്ട് ജോയിൻ ചെയ്യാം. അപ്പം നേരെ നിങ്ങൾ സർവറിലോട്ടൊന്ന് ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി അടിക്കുമ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ സൈഡിലൊരു ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നൊരു എണ്ണം വന്നിട്ടുണ്ട്. ബട്ട് അപ്പോൾ ഇവിടെ പ്ലെയേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇനി ഇവരുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഈസിയാണ്. ജസ്റ്റ് നിൽക്കുമ്പം നിങ്ങൾക്ക് ഇവിടെ അൺമ്യൂട്ടൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം വേറെ പ്ലെയേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൺട്രോളും ആണ്. ഇനി നിങ്ങൾക്ക് അത് കീബൈൻസിൽ പോയി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇനി ഇവിടെ ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ സംഭവങ്ങൾ മാറുന്നത്. നിൽക്കുമ്പം മ്യൂട്ട് ചെയ്ത് വെച്ചേക്ക്. നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. സെറ്റിങ്സ് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 സാധനങ്ങൾ സെലക്ട് ചെയ്യണം. മൈക്രോഫോൺ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ മൈക്രോഫോൺ അത് സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സ്പീക്കർ നിങ്ങൾക്ക് ഇഷ്ടത്തിന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം അത്രേ ഉള്ളൂ. സെലക്റ്റഡ് ആണ് ഓൾറെഡി. മൈക്ക് മാത്രമായിരിക്കും മിക്ക സെലക്ട്. പിന്നെ വോയിസിൻ്റെ ഇത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇനി വേറെ സെർവറിലും ഇതേ പ്രൊസീജിയറാണ്, നിങ്ങൾക്ക് സെയിം രീതിയിൽ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് പോവുക. ഇതേപോലെ തന്നെ ഇപ്പം വേറെ സെർവേഴ്സ് എന്ന് പറഞ്ഞാൽ DonetSMBയിൽ നിങ്ങൾക്ക് വോയിസ് ചാറ്റ് ഉണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ഈ മോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോഡ്സ് ഫോൾഡറിൽ ഈ മോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അടുത്തോളം DonetSMBയിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക്
വോയിസ് ചാറ്റ് വർക്കാവും. ഇതേപോലെ വോയിസ് ചാറ്റുള്ള ഏത് സെർവറിൽ കയറിയാലും നിങ്ങൾക്ക് വർക്കാവും. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്നും കൂടെ ഞാൻ പറയാം, ഡിസ്കോഡ് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം ഒരു ബ്രഹ്മയുഗത്തിൻ്റെ വീഡിയോ ആയി കാണുന്നതായിരിക്കും.